പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 തിരുവചനം പറയുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ സമസ്ത മേഖലകളെയും സുഖപ്പെടുത്തുകയും സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനവും വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയും ബലിയും ജീവിതവുമെല്ലാം ഏത് രോഗത്തിനുമുള്ള സിദ്ധ ഔഷധമാണ്. ദൈവവചനം ചിലർക്ക് ഡയാലിസിസ് പോലെയാണ്. യോഹന്നാൻ 15:3 യേശു പറയുന്നു, ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ചിലർക്ക് വചനം കുളിർ കാറ്റായി അനുഭവപ്പെടാറുണ്ട്. സങ്കീർത്തനം 119:165 അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും എന്ന്. അപ്പോൾ ആശ്വാസവും സമാധാനവും സന്തോഷവും ശാന്തിയുമെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ ലഭിക്കും. സങ്കീർത്തനം 119:105 ദൈവത്തിൻ്റെ വചനം ജീവദായകമാണ്, അത് മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട്. സൗഖ്യം ലഭിക്കുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നാം നമ്മോട് തന്നെ സത്യസന്ധരായിരിക്കുക എന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നാം ദൈവത്തോടും വിശ്വസ്തരായിരിക്കുക എന്നാണ്. നാം പാപികളാണ്, പാപം നമ്മിലുണ്ട് എന്ന് അംഗീകരിച്ച് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്ക് അനുതാപവും മാനസാന്തരവും ഉണ്ടാവും. അപ്പോഴാണ് നാം നമ്മോട് തന്നെ വിശ്വസ്തരാകുന്നത്. പാപത്തെ ഉപേക്ഷിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനങ്ങളിൽ നാം വിശ്വസിക്കണം. ആരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്? യെശയ്യാ 66:2 തിരുവചനം പറയുന്നുണ്ട്. കർത്താവ് അരുളിച്ചെയ്യുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടാകുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം ശ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുന്നതാണ് എന്നൊരു ബോധ്യം നമുക്ക് വേണം. നമ്മുടെ കുറവുകൾ വചനം നമ്മെ കാണിച്ചു തരികയാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് ദൈവത്തിൻ്റെ വചനം നൽകിയത്? നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ നീതിയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോഴാണ് പാപങ്ങളും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത്. യഥാർത്ഥമായ അനുതാപവും മാനസാന്തരവും ഉണ്ടാകുന്നത് അപ്പോഴാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ദൈവത്തോട് വിശ്വസ്തത കാണിക്കുക എന്നത്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവരായി നാം മാറണം. അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ വചനം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി എല്ലാ മനുഷ്യരും ദൈവഭക്തരായ മനുഷ്യരും പൂർണ്ണത പ്രാപിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് പ്രാപ്തനാകുകയും ചെയ്യും. എന്തുകൊണ്ടാണ് വചനം നമ്മളിൽ വസിക്കാത്തത്? യോഹന്നാൻ 5:38 പരിശുദ്ധാത്മാവ് പറയുന്നു, അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നതും നമുക്ക് സൗഖ്യം നൽകുന്നതും നമുക്ക് സമാധാനവും സന്തോഷവും പകർന്നു തരുന്നത്. ആത്മാവിനെ രക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. അതുകൊണ്ട് വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.